വെള്ളരിക്ക പട്ടണം എന്ന് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പട്ടണം ഇല്ല. പക്ഷെ വെള്ളരിക്ക പട്ടണത്തിൽ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. വെള്ളരിക്ക പട്ടണമാണെന്ന് കരുതി ബനാന റിപ്പബ്ലിക് എന്നൊക്കെ നമ്മൾ പറയും, വേറെ ചില കാര്യങ്ങൾ. അങ്ങനെ വെള്ളരിക്ക കൃഷി നടത്തിയ ഒരു മന്ത്രി സ്വന്തമായിട്ടുള്ള വകുപ്പിൽ നിന്ന് ആ വെള്ളരിക്ക കൃഷിക്ക് സബ്സിഡിയും കൂടെ വാങ്ങിച്ചു. എത്രയാ സബ്സിഡി കേട്ടാൽ ഞങ്ങൾ ഞെട്ടും. 1 കോടിക്കടുത്ത് രൂപ. വെള്ളരിക്ക കൃഷിക്ക് സബ്സിഡി വാങ്ങിയ കേന്ദ്രമന്ത്രി പെട്ടുപോയ കഥ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നാട്ടുകാരെല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. വെള്ളരിക്ക കൃഷി ചെയ്ത കൃഷി വകുപ്പ് മന്ത്രി ആ വകുപ്പിൽ നിന്ന് സബ്സിഡി കൈപ്പറ്റി. എത്രയാണെന്നറിയോ? 1 കോടി. നാണക്കേടായി. പണം വാങ്ങിയതിലൊരു തെറ്റുമില്ല എന്നായിരുന്നു മന്ത്രിയുടെ ആദ്യ വാദം. എന്നാൽ ഇപ്പോൾ മന്ത്രി എന്താണ് ചെയ്തതെന്നറിയാമോ? പാർലമെന്റ് സെഷനിൽ ഇരിക്കുന്ന സമയത്ത് ഈ CJP പിള്ളേര് പാർട്ടിക്കാരൊക്കെ ഇറങ്ങിയ സമയത്ത് സ്വന്തം മന്ത്രാലയത്തിൽ നിന്ന് വാങ്ങിയ സബ്സിഡി തുക തിരിച്ചടച്ച് തള്ളിതപ്പി. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി സഹമന്ത്രി ഭാഗീരഥ് ചൗധരിയാണ് കക്ഷി. 99,60,000 രൂപയാണ് തിരിച്ചടച്ചത്. ലോക്സഭയെ അറിയിച്ചു. സ്വന്തം വെള്ളരിക്ക കൃഷിക്കാണ് മന്ത്രി സബ്സിഡി വാങ്ങിയത്. മന്ത്രിമാരായ സ്വന്തം വകുപ്പിൽ നിന്ന് സബ്സിഡി വാങ്ങിച്ച് അടിച്ചു മാറ്റുക. ഇതാണ് ഭാഗീരഥി ചൗധരി ചെയ്തത്. പുള്ളി പറഞ്ഞു, എനിക്ക് വെള്ളരിക്ക പാടമുണ്ട്, വെള്ളരിക്ക കൃഷിയുണ്ട്, ഞാനൊരു കർഷകനല്ലേ, അതുകൊണ്ട് എനിക്ക് എന്റെ വകുപ്പ് തന്നെ സബ്സിഡി അനുവദിച്ചു. ആരാ സബ്സിഡി അനുവദിക്കേണ്ടത്? ഞാൻ. ആർക്കാണ് സബ്സിഡി അനുവദിച്ചത്? എനിക്ക്. ഇതാണ് ഭാഗീരഥി ചൗധരി. വലിയ വിവാദമായി, ലോക്സഭയിൽ ചോദ്യമായി. മറുപടി പറയേണ്ടി വന്നപ്പോഴാണ് ഇപ്പോൾ 99,60,000 രൂപ തിരിച്ചടച്ച് നല്ല കുട്ടിയെ. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, അങ്ങനെ ഭാഗീരഥി ചൗധരി തടി തപ്പിയിരിക്കുകയാണ് അല്ലേ? പ്രതിപക്ഷം എടുത്ത് ഉടുത്തിട്ടുണ്ടാവും. ലോക്സഭയിൽ ചോദ്യങ്ങളൊക്കെ വന്നതിന്റെ പശ്ചാത്തലത്തിലാണോ ലോക്സഭയെ അറിയിച്ചിരിക്കുന്നത്? ഉറപ്പായും അരുൺകുമാർ, വലിയ വിമർശനങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അഭിഷേക് ബാനർജിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഈ വിവാദത്തിൽ കൈപ്പറ്റിയിട്ടുള്ള തുക തിരിച്ചടച്ചിട്ടുണ്ട് ഭഗീരഥ് ചൗധരി എന്ന വിവരം ലോക്സഭയെ അറിയിച്ചിരിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ്. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം, ഒരു ബോർഡിന്റെ ഭാഗമായാണ് ഈ സഹായം ലഭിക്കുന്നത്. ഹോർട്ടികൾച്ചർ ബോർഡ് ദേശീയ ഈ സഹായങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അതിന്റെ എക്സ് ഒഫീഷ്യോ വൈസ് പ്രസിഡന്റാണ് ഈ മന്ത്രി എന്നുള്ളതാണ്. ആ ബോർഡിന്റെ സഹായ പദ്ധതിയിൽ നിന്ന് 1 കോടി രൂപ തന്റെ വെള്ളരിക്ക കൃഷിയിലേക്ക് സബ്സിഡിയായി വാങ്ങി എന്നുള്ളതായിരുന്നു വലിയ വാർത്ത. അത് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. അപ്പോഴൊക്കെ മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ചെറുപ്പം മുതൽ കർഷകനാണ്, എനിക്കിത് സബ്സിഡിക്ക് അവകാശമുണ്ട് എന്നുള്ളതായിരുന്നു മന്ത്രി പറഞ്ഞത്. പക്ഷേ വിമർശനങ്ങൾ കടുത്തതിന് പിന്നാലെയാണ് തുക തിരിച്ചടയ്ക്കാൻ തീരുമാനിച്ചത്. തുക തിരിച്ചടച്ചു എന്ന കാര്യം സഭയെ അറിയിച്ചിരിക്കുകയാണ്. അഭിഷേക് ബാനർജിയുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഈ വിധത്തിൽ മറുപടി നൽകിയിരിക്കുന്നത്. മാത്രമല്ല 2025 ഏപ്രിലിൽ അപേക്ഷിച്ച് 14 ദിവസത്തിനകം തന്നെ ഈ മന്ത്രിക്ക് ഈ സബ്സിഡി തുക ലഭിക്കുകയും ചെയ്തു. 1 കോടിയോളം രൂപയാണ്. മറ്റുള്ളവരുടെയൊക്കെ സ്ഥിതി പരിശോധിച്ചാൽ മനസ്സിലാവും. സബ്സിഡിക്കായി ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട സ്ഥിതി ഈ കാലത്താണ്. മന്ത്രിക്ക് 14 ദിവസത്തിനകം ഈ തുക അക്കൗണ്ടിൽ എത്തുകയും ചെയ്തത്. ഏതായാലും പണം മുഴുവൻ തിരികെ അടച്ച് അരുൺ പറഞ്ഞതുപോലെ തടി തപ്പിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി. അങ്ങനെ മന്ത്രി സബ്സിഡി സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങിച്ചു. അതിനുശേഷം അത് തിരിച്ചടച്ചു. വിവാദമായപ്പോൾ കേന്ദ്ര കൃഷി വകുപ്പ് സഹമന്ത്രി ഭാഗീരഥ് ചൗധരി വെള്ളരിക്ക കൃഷിക്കാരൻ